അതിപരിശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവാനുസൃതിക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 28 വാക്യം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചന ചരിത്ര പശ്ചാത്തലം ഇതൊക്കെ വായിക്കാൻ കഴിയുന്നത് 21 അധ്യായം നമ്മൾ വായിക്കുമ്പം വിധവയുടെ 2 കാശിനെ കുറിച്ചും തുടർന്ന് യേശുവിന്റെ ഒലിവുമല പ്രഭാഷണം, കർത്താവിന്റെ വരവിനെക്കുറിച്ചും അതിനു മുമ്പേ നടക്കേണ്ട അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ നടക്കേണ്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് യെരുശലേം നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അല്ലെങ്കിൽ 21 അധ്യായം അല്ലെങ്കിൽ അതിന്റെ 20 തൊട്ട് സൈന്യങ്ങൾ യെരുശലേമിനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ എന്റെ ശൂന്യകാലം എടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുകയും ദേശു ആമേൻ. നമുക്കൂടെ ഒരാലോചനയാണ് തരുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യക്ഷതയെക്കുറിച്ചൊക്കെ ഈ ഭാഗത്ത് വെളിപ്പെടുത്തി തന്നിട്ട് സകല ജനത്തോടും ഇന്ന് ലോക രാജ്യമുള്ള സകല ജനത്തിനും ഉപദേശമായി തന്നിട്ട് കർത്താവ് നമ്മോട് പറയുന്ന ശക്തമായൊരു ദൂതാണ്. ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഇതുകൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിൽ നാം തലപൊക്കി നടക്കേണ്ട സമയം ഇപ്പം. ഹല്ലേലൂയ. തല പൊക്കുവിൻ, തല നിവർത്തുവിൻ. വിജയകരമായി നാം മുന്നേറുവാൻ കഴിയണം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ ഒരിക്കലും തല താഴ്ത്തി നിൽക്കുവാനല്ല, അവർ തല പൊക്കി തന്നെ, തല നിവർത്തി തന്നെ കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വിളിച്ചു പറയുന്നവരായിരിക്കണം. കാലം ഇനി അധികമില്ല എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം പഠിച്ച് അത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ നാം ഒരിക്കലും അതിൽ പരാജയമായി മാറാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ശക്തമായ രീതിയിൽ വിവിധ മേഖലകളിൽ വിവിധ സാഹചര്യങ്ങളുടെ സുവിശേഷം അതിശക്തമായി ലോകത്തെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുക. ആ സുവിശേഷകത്തിന് വലിയ ഉണർവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജാതികൾ ദൈവസഭയ്ക്ക് നേരെ ആക്രോശത്തോടു കൂടി എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് മയങ്ങിയിരിക്കുവാനുള്ള സമയമല്ല, തളർന്നിരിക്കുവാനുള്ള സമയമല്ല, ക്ഷീണിച്ചിരിക്കുവാനുള്ള സമയമല്ല. നാം വിജയകരമായി മുന്നേറേണ്ട സമയമാണ്. സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തെ എന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് സകല ജനത്തിനും ബോധ്യമാകത്തക്ക നിലയിൽ ഞാനും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് ഒരു ശ്രേഷ്ഠമേറിയ മഹത്തായ ഒരു പ്രതീക്ഷ ഉണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് നല്ലൊരു പ്രതീക്ഷ. എന്നാൽ പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന, പാപത്തിൽ ആറാട്ടി നടക്കുന്ന, പാപത്തിൽ പുളച്ചു പതിച്ച് നടക്കുന്നവർക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല. അവർക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ഒരൊറ്റ വിചാരമാണ്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യാശയുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് കർത്താവിനോടുകൂടെ ചേരുവാനുള്ള കാലം ആസന്നമായെന്നുള്ള തിരിച്ചറിവോടെ ദൈവമക്കൾ മുന്നേറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്കൊരു പ്രത്യാശയുണ്ട്. അപ്പൊ അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നമ്മളതിനകത്തൊരിക്കലും ഉദാസീനതയുള്ളവരായി മാറരുത്. പ്രൈസലോ. അനേകർ ഈ കാലഘട്ടത്തിൽ തല കുനിച്ച് നടക്കുക, അല്ലെങ്കിൽ എന്ത് വിവരുവാൻ കഴിയാതെ തല കുനിച്ച് കുമ്പിട്ട് നടക്കുന്നവരാണ്. രക്തജയം. തല കുനിച്ച് കുമ്പിട്ട് നടക്കുന്ന എപ്പോഴും പലരും അപമാനത്തിൽ പീഡിപ്പിക്കപ്പെട്ട്, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ട്, അപവാദങ്ങളാൽ തല കുനിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പ്രൈസലോ. ഈ അപവാദം എന്ന് പറയുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മെ അപവാദം പറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, നാം ചെയ്യുന്ന ശുശ്രൂഷ മുഖാന്തരം
നമ്മെ അപമാനിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പം പാപത്താൽ അപമാനിക്കപ്പെട്ട് തലകുനിച്ച് നടക്കുന്നവരുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഹല്ലേലൂയ വിളിച്ചു പറയുമ്പോൾ അപമാനമേറ്റ് നടക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമമുഖാന്തരം നാം അപമാനം സഹിക്കേണ്ടി വന്നാലും അതിനെ നമ്മൾ സന്തോഷവും നന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞങ്ങളൊക്കെ സുവിശേഷം അറിയിക്കാൻ ഈ ദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളെക്കുറിച്ചൊക്കെ പലരും പറയുന്നത് വെറും മോശമായ രീതിയിലാണ്. അല്ലെങ്കിൽ വെറും മോശമായ രീതിയിലാണ് ആമേ സുവിശേഷം പറയുവാൻ ചെല്ലുമ്പോൾ പറയുന്നത്. അപമാനം നമ്മളെക്കുറിച്ച് പറഞ്ഞ് അവതരിപ്പിക്കും, കൂട്ടം കൂടിയിരുന്ന് പറഞ്ഞു കളയും. പക്ഷേ ക്രിസ്തു മുഖാന്തരം അപമാനം കേൾക്കുമ്പോൾ അതെല്ലാം സന്തോഷം എന്നെണ്ണുവാൻ കർത്താവിൻ്റെ വചനമുള്ളത് കൊണ്ട് അവർ അപമാനിക്കുമ്പോൾ തല നിവർത്തി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രിസ്തുവിന്റെ നാമം മുഖാന്തരം അപമാനം കേൾക്കുമ്പോൾ ഒരിക്കലും തല പിടിച്ച് നടക്കുവാനല്ല ദൈവം പറഞ്ഞത്. നിങ്ങൾ വിജയകരമായി മുന്നേറി അപമാനം നിങ്ങൾ ഏൽക്കും തോറും നിങ്ങൾ ഈ സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം എന്റെ പ്രത്യക്ഷതയുടെ സമയമായി, ദൈവസഭയെ ചേർക്കാൻ ഞാൻ മധ്യാകാശത്ത് വരാൻ സമയമായി. അതുകൊണ്ട് ഒരു കൂട്ടം ജനം കൂടെ മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ അപമാനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചാലും ഞങ്ങളെ സുവിശേഷം പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അപമാനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്. അല്ലേരിയ ഹിന്ദു കുടുംബത്തിൽ വിശ്വാസത്തിൽ വന്ന സഹോദരിയാണ്. വിവാഹമൊക്കെ കഴിച്ചൊരിക്കൽ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ആമേൽ അവരുടെ ഒരു സഹോദരിയുടെ സഹോദരൻ പറഞ്ഞു, അവൾ പിഴച്ചു പോയെന്ന് പറഞ്ഞു. ലേലിയ. അപ്പം ഞാനത് കേട്ട ഇവിടെ പറഞ്ഞു, എൻ്റെ എളിയ, അവൾ പിഴച്ചു പോയില്ല, അവൾ പിഴയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ അവളെ ദൈവം ആ അപമാനത്തിൽ വിളിച്ച് വേർതിരിച്ച് അവൾക്ക് സന്തോഷത്തിൻ്റെ ഒരു ഉറവിടം തന്ന് ഞാൻ ഇന്ന് അവളെ നിങ്ങളുടെ സഹോദരി ഭാര്യയായി സ്വീകരിച്ചതുകൊണ്ട് അവൾ ആ ക്രിസ്തു മുഖാന്തരം അപമാനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് നന്മയ്ക്കാണ്. എന്നാൽ അവളെ അപമാനിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ നരകമാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞു കേട്ടോ. കാരണം ക്രിസ്തുവിന് വേണ്ടിയാണ് വേർതിരിക്കപ്പെട്ടാൽ അവർ പറയും അവർ തെറ്റിപ്പോയെന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലേരിയ. അത് ഓർക്കുമ്പോൾ നിന്നെ കേൾക്കുന്ന ശ്രോതാവ് നീ ഭാരപ്പെടേണ്ട. ക്രിസ്തു മുഖാന്തരം നമ്മൾ നിന്ന് സഹിക്കേണ്ടി വന്നാൽ അത് സന്തോഷമെന്നാണ്. മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയതെന്ന് കരുതി മിസ്രൈമിലെ സകലം വിട്ടുപോകുന്നൊരു മോശയുണ്ട്. അല്ലേരിയ. അതുകൊണ്ട് അപമാനത്തിൽ തളരരുത് കേട്ടോ. അല്ലേരിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ പലരെയും അപമാനത്തിൽ പലരും തലകുനിച്ച് നടക്കുന്ന പാപമുഖാന്തരം പലരും കുറ്റബോധം ഇടപെടാതെ പലരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും കുറ്റബോധം. അത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതിനാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു സന്തോഷത്താൽ നിവർന്ന് നടക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പണ്ട് നമ്മൾ പാപികളായിരുന്നു, പണ്ട് നമ്മൾ ദ്രോഹികളായിരുന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്തുന്നവരായിരുന്നു, ദൈവനാമത്തെ ദുഷിക്കുന്നവരായിരുന്നു, ദൈവവചനത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു, ദൈവസഭയോട് കൂട്ടായ്മയില്ലായിരുന്നു. അന്ന് നമ്മൾ പാപത്തിലാണ് വിതച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ അപമാനത്തിൽ തല ഉരിക്കപ്പെട്ട് നടക്കേണ്ടി വന്നു, കുരിക്കേണ്ടി വന്നു. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരം നൽകി യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ, ആ വീണ്ടെടുപ്പിന്റെ വില നമ്മുടെ മേൽ വന്നപ്പോൾ, അവന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ, ഹല്ലേലൂയ, നാം ഇനി പാപത്തിന് മോചനം പ്രാപിച്ചവരാ. ഇനി നാം തല കുനിക്കേണ്ട കാര്യമില്ല. തല നിവർന്ന് വിജയകരമായി മുന്നേറണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിങ്ങളുടെ പാപത്തെ കർത്താവ് കഴുകി ശുദ്ധീകരിച്ചു. മാത്രമല്ല, നിങ്ങളുടെ ശാപത്തിന്റെ നട്ടല് ദൈവം മുറിച്ചു കളഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, നിങ്ങൾ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുമ്പോൾ, നിങ്ങളുടെ പാപത്തെ മാത്രമല്ല ദൈവം നീക്കുന്നത്, നിങ്ങളുടെ ശാപത്തിന്റെ നട്ടലിനെ ദൈവം മുറിച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്. അപ്പം രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് മേൽ ശാപമില്ല കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ശാപമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തോ പണം ഉണ്ടാക്കലിന്റെ പരിപാടിയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ വിശ്വാസത്തിൽ ഉറച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും പാപത്തിലേക്ക് പോയി ശാപം വലിച്ചുകൊണ്ട് വരരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശാപത്തിന്റെ നട്ടെല്ലാം മുറിച്ചു കളഞ്ഞ് നമ്മൾ ഗാംഭീര്യത്തോടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ നട്ടെല്ലിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ, ഹല്ലേലൂയ,
നമുക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിയില്ല, നട്ടല് നിവർത്തുവാൻ കഴിയില്ല. അല്ലേരിയ എപ്പോഴും അല്ലെ മുന്നോട്ട് കുനിയിക്കുന്ന നിലയിലുള്ള വേദനകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ പാപം മുഖാന്തരം ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാപം മുഖാന്തരം നട്ടല് നിവർത്തുവാൻ കഴിയാതെ, നട്ടല് നിവർന്നടക്കുവാൻ കഴിയാതെ നീ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ യേശുവിനോട് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യും. അവൻ നിന്റെ പാപത്തെ മാറ്റും. ശാപത്തിന്റെ നട്ടലിനെ മുറിച്ചു മാറ്റിയിട്ട് അവൻ നിന്നെ ഗാംഭീര്യത്തോടെ തല ഉയർത്തി നടക്കുവാൻ ദൈവം നിന്നെ യോഗ്യനാകും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ പ്രത്യാശ ഏതിലാണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ മഹാപ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രത്യാശയാണോ നിങ്ങൾക്കുള്ളത്? അതോ ഈ ലോകത്തിൽ ഉള്ള പ്രത്യാശയാണോ? അനവധി ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഓരോ ദിവസവും കടന്നു പോകും. അത് നല്ല ചിന്തകളുണ്ട്, ദോഷമായ ചിന്തകളുണ്ട്. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദോഷകരമായ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നാം ജയം പ്രാപിച്ചോണം. അല്ലെങ്കിൽ പാപത്തിന്റെ ചിന്തകളെ, പാപത്തിന്റെ നിരൂപണങ്ങളെ, ശരീരത്തിൽ ജഡത്തിൽ ഉയർന്നു വരുന്ന മോഹങ്ങളെ, ആസക്തികളെ നീ നീക്കിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് നിന്നിൽ വർദ്ധിച്ച് വീണ്ടും നീ ശാപത്തിലേക്ക് പോകാതെ അതിനെ നീക്കിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിനെ കുറിച്ച് നീ പ്രത്യാശയോടെ ജീവിക്കണം. രക്തം ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലോകത്തുള്ള മനുഷ്യനെല്ലാം ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ. നാളെ എന്ത് ചെയ്യണം, നാളെ എങ്ങനെ ജീവിക്കണം, നാളെ ആർക്കെതിരെ പൊരുതണം, നാളെ എന്താണ് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള പല ചിന്തകളാൽ മനുഷ്യൻ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന്റെ വരവെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് പദമായി യേശുക്രിസ്തു പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, സ്തോത്രം, ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പാപത്തിൽ ജീവിക്കുന്ന ധാരാളം ജനങ്ങൾക്ക് വേദനയായിരിക്കും. മലേരിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾ എപ്പോഴും തല നിവർത്തി നിൽക്കണം. എന്നാൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പാപത്തിൽ ജീവിക്കുന്ന സകല ജനത്തിനും മഹാവേദനയായിരിക്കും. അവർക്ക് കണ്ണുനീരായിരിക്കും, അവർക്ക് ദുഃഖമായിരിക്കും. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്റെ സഭയെ ചേർത്ത് കഴിഞ്ഞ് ദൈവസഭ നീക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു കൂട്ടം ജനം ഇവിടെ ശേഷിക്കും. അവർ മഹാവേദനയുടെ, കൊടിയ വേദനയുടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നേത മാലാഖിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അത് നാം സംസാരിക്കുന്ന ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനാ. അവന്റെ സ്മരണയുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ, കർത്താവ് ഉണ്ടാക്കുള്ള ദിവസത്തിൽ നാം ഓരോരുത്തരും അവന്റെ സന്നിധി നിക്ഷേപങ്ങളായി മാറണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി നാം ജീവന്റെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ പേരുള്ളവരായി സ്വർഗരാജ്യത്തിന്റെ നിക്ഷേപങ്ങളായി മാറണം. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നും ലോകത്തിന്റെ ഇഷ്ടങ്ങളാണോ അത് ജീവിക്കുന്നത്? മടങ്ങി വരണം. എന്നിട്ട് കർത്താവ് പറയാണ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ, കർത്താവിന്റെ വരവെങ്കിൽ ദൈവസഭ എടുക്കപ്പെടും. പിന്നെ ശേഷിക്കുന്ന ജനം നിലവിളി ഉയരും. അവർക്ക് കൊടിയ വേദനയായിരിക്കും. അപ്പോഴാണ് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്. അതുകൊണ്ട് മാലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്ന, ഹല്ലേലൂയ, ഒരു ദിവസം വരും. മശിഹയുടെ മടങ്ങി വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. കർത്താവിന്റെ ദിവസം ചൂള കത്തുന്ന പോലെ ദിവസമാണ്. അപ്പോൾ ഇത് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും എന്ത് ചെയ്യും? താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും.
അവരെ നീ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ സ്തോത്രം തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. വരുവാനുള്ള ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മാലാഖി പ്രവാചകൻ മുന്നമേൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഈ സത്യവചനമൊക്കെ യഥാർത്ഥത്തിൽ സത്യവേദ പുസ്തകം രേഖപ്പെടുത്തിയിട്ടും ഇത് വായിച്ചിട്ടും പലരുടെയും കണ്ണുകൾക്ക് അത് പ്രകാശിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ തലച്ചിന്തകളായി, ലോകത്തിന്റെ മോഹങ്ങളായി, ലോകത്തിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ കൊണ്ട് പലരുടെയും ആത്മീയ കണ്ണ് അടഞ്ഞുപോയി. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനവും നിറവേറാതിരിക്കത്തില്ല, സകലവും നിറവേറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം പറയുന്നത് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും എന്ന് പറഞ്ഞാൽ, ചൂള പോലെ കത്തുന്ന ദിവസം അഥവാ ആ കാലയളവ് യാക്കോബിന്റെ കഷ്ടകാലമാണെന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വലിയ സ്തോത്രം ഇവിടെ കാണുന്നത് ദൈവം ശുദ്ധീകരിച്ച ദൈവസഭയെ ദൈവം ചേർക്കും. പഴയ നിയമപ്രകാരം നോക്കുമ്പോൾ സ്തോത്രം 3:2-3 വാക്യങ്ങൾക്കാണ് ലേവിയെ ശുദ്ധീകരിച്ച കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ദൈവജനത്തെ ശുദ്ധീകരിക്കുമെന്ന് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 12-13 വാക്യങ്ങളും കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ പറയുന്ന ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളയുന്ന തീച്ചൂളയെ കുറിച്ചാണ് പറയുന്നത്. അത് ദുഷ്ടന്മാരെ ദുഷ്ടന്മാരെ സമൂലം ദഹിപ്പിക്കും. ദുഷ്ടന്മാരെ സകല അഹങ്കാരികൾ എന്ത് ചെയ്യും? സമൂലം ദഹിപ്പിച്ച് കളയുമെന്ന്. എന്നിട്ട് നീതി സൂര്യൻ എന്ന് 2-ാം വാക്യത്തിൽ പറയുന്നത് വേദപുസ്തകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ പ്രത്യാശ നീതി സൂര്യനും സഭയുടെ പ്രത്യാശ ഉദയനക്ഷത്രവുമായ കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കും. ഹല്ലേലൂയ. അപ്പം ദുഷ്ടന്മാരുടെ നാശം ഹല്ലേലൂയ ഇസ്രായേലിന്റെ സന്തോഷകരമായി മാറുന്ന എന്ന് പ്രവാചകൻ പറയുക. അപ്പൊ ഇവിടെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഈ ലോകത്തിന്റെ മോഹങ്ങൾ വിട്ട് മടങ്ങി വന്ന് കർത്താവിന്റെ വരവിന് ഒരുങ്ങണം. ഈ ലോകത്തിൽ സുഖിക്കുവാനുള്ള സമയമല്ലിത്. ഈ ലോകത്തിൽ ആഡംബരം ജീവിക്കുവാൻ, ആടിപ്പാടി നടക്കുവാൻ, ഇവിടുത്തെ ഗീതങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ മതങ്ങൾ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൂത്താടി നടക്കുവാൻ അല്ല ദൈവം തന്നെ വിളിച്ചത്. പിന്നെയോ പാപത്തിൽ ജനിച്ച നീ പാപത്തിൽ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വേണം ഒരുങ്ങാൻ. ഹല്ലേലൂയ. പല ഒരുക്കങ്ങളുണ്ട്. സ്തോത്രം. യാത്ര പോകാനുള്ള ഒരുക്കമുണ്ട്. വിവാഹത്തിലുള്ള ഒരുക്കമുണ്ട്. വിവാഹത്തിൽ പോകാനുള്ള ഒരുക്കമുണ്ട്. വിവാഹം കഴിക്കുവാനുള്ള ഒരുക്കമുണ്ട്. സ്തോത്രം. അതുപോലെ മരണത്തിനായുള്ള ഒരുക്കമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരുക്കങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ ഏതിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കാണ് താങ്കൾ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ അവസാനം ചുള പോലെ കത്തുന്ന ദിവസം വരും. അപ്പോൾ അഹങ്കാരികൾക്ക് സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുന്നവർ നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അപ്പൊ ഇവിടെ അല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. വരുവാനുള്ള കർത്താവിലായിരിക്കണം പ്രത്യാശ. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത സ്വർഗീയ കനാനെ കുറിച്ച് നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും ഹല്ലേലൂയ നരകവും സ്വർഗവും എല്ലാം ഇവിടെ വാസ എന്ന് പറയുന്ന അനവധി ആളുകൾ ഇന്നുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമില്ലെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ ജനത്തിന്റെ നടുവിൽ നീ വാസിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്ന ഈ കാലഘട്ടത്തിൽ നീ അവനോടൊപ്പം കൂട്ടുകൂടി അവനോടൊപ്പം നടന്ന് നീയും അവന്റെ വഴിയിലൂടെ പോകാതെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനയ്ക്കുന്ന ദൈവമാണ്. അവൻ തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞാൻ ഒരുക്കമുള്ളവനായി തീരണമെന്ന് നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തൊരു പ്രത്യാശ ഉണ്ടാകണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഈ ഭൂമിക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത്. ദൈവരാജ്യത്തിൽ നിനക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ സന്തോഷത്തിന് വേണ്ടി വേണം അല്ലേ ജീവിക്കുവാൻ. പലരുടെയും ജീവിതം ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമേ ആമേ ക്രിസ്തു നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് ആമേ നിവർന്ന് തലപൊക്കുകയും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പാപത്തിൽ ജീവിക്കുന്ന ധാരാളം ജനങ്ങൾക്ക് വേദനയെ തീരും. നാം ദൈവമക്കളായിരിക്കും, നമുക്കത് ആനന്ദകരമായിരിക്കും. ക്രിസ്തുവിന്റെ വരവ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എന്താണ്? ആനന്ദമാണ്, സന്തോഷമാണ്, ഉല്ലാസമാണ്. ഈ പ്രവാസം വിട്ട്, ഈ ലോകം വിട്ട്, ഈ ലോകത്തിന്റെ വേദനകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, സങ്കടങ്ങളൊക്കെ വിട്ട് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ രാജ്യത്തിലെ സ്വർഗീയ പരദീസിലേക്ക് നാം എത്തിച്ചെല്ലുമ്പോൾ ആമേ നമുക്കത് സന്തോഷകരമായി മാറും. ദൈവഭക്തന്മാർക്ക് ഈ ഭൂമിയിലുള്ള ജനമല്ല ഉള്ളത്, ഈ ഭൂമിയിലെ വാസമല്ല, ഈ ഭൂമിയിലെ സന്തോഷമല്ല, ഭൂമിയിലുള്ളതൊന്നും അവിടെ ഉള്ളത് കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സറാഫുകളും ആമി കൂടിക്കണക്കിന് വിശുദ്ധന്മാരും അടങ്ങുന്ന സംഘത്തിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത് സന്തോഷമാണ്. അപ്പൊ നമ്മുടെ സന്തോഷം എന്താണ്? ദൈവരാജ്യത്തിലെത്തുക എന്നുള്ളതാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും, നമുക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞ കർത്താവ്, നമുക്ക് വേണ്ടി കൈകാലുകളിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ആമീൻ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാമിസ് വിരാപ്പുറം കുത്തി തുറന്ന് അവസാനത്തുള്ളി രക്തം വരെ തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവിലായിരിക്കും നമ്മുടെ പ്രത്യാശ മുഴുവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമീൻ. നമുക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞവനെ, നമുക്ക് വേണ്ടി കൈകളിലും കാലുകളിലും ആണികളാൽ തറയ്ക്കപ്പെട്ടവനെ നാം ആനന്ദത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആനന്ദത്തോടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ മുമ്പ് കാലഘട്ടങ്ങളിൽ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് പോയിരുന്നത്. എന്നാൽ യേശുവിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, എൻ്റെ പാപത്തിന് ശുദ്ധീകരണം വന്നപ്പോൾ, എൻ്റെ ശാപത്തിന്റെ നട്ടെല്ല് മുറിച്ചു കളഞ്ഞ് ദൈവം വചനത്താനെ ദൃഢപ്പെടുത്തി, ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, എൻ്റെ നരിയാണികളെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്നിന്നും തല കുനിക്കേണ്ടവരെ തല നിവർത്ത് നിൽക്കണം, വിജയത്തോടെ വിജയകരമായി നീ മുന്നേറണമെന്ന് കർത്താവ് പറഞ്ഞപ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളും ദുഃഖങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന പോലുള്ള എല്ലാ കഷ്ടങ്ങളും നിങ്ങൾക്കുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് കഷ്ടം നിനക്കുണ്ടായിരുന്നാലും, ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ഒരുക്കം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ താങ്കൾ കടക്കണിയിലായിരിക്കാം, രോഗിയായിരിക്കാം, ഒരുപക്ഷെ വിവിധ ബന്ധനങ്ങൾ അകപ്പെട്ട് കിടക്കാം, നിന്ദയിലായിരിക്കാം, അപമാനത്തിലായിരിക്കാം, സമൂഹത്തിൽ കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. അങ്ങനെ നീ കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നു പോകേണ്ടി വന്നാലും വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ നീ തളർന്നു പോകാതെ, നീ തല കുനിഞ്ഞു പോകാതെ, കൂനിപ്പോകാതെ നീ തല നിവർത്തി തന്നെ നിൽക്കണം. ഇവിടെ നിനക്ക് കഷ്ടമുണ്ടെങ്കിലും ദൈവരാജ്യത്തിൽ നിനക്ക് ആനന്ദമാണ്. രക്തം ചെയ്യും. ഇവിടെ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ദൈവരാജ്യത്തിൽ നമുക്ക് ആനന്ദം കേട്ടോ. അതുകൊണ്ട് ഹല്ലേലൂയ. ലോകത്തിനെ ഒരു കാർമേഘം വന്ന് മൂടുന്ന ദിവസമാകാൻ പോകുന്നു. ഈ ലോകത്തെ ഒരു കാർമേഘ പഠനം വന്ന് മൂടുമ്പോലെ ഈ ലോകത്തെ ഇരുളുകൾ കൊണ്ട് മൂടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അന്തിക്രിസ്തുവിന്റെ ഭരണം വന്ന് വ്യാപരിക്കൂടെ. അന്തിക്രിസ്തുവിന്റെ ഭരണം വന്ന് വ്യാപരിക്കും. അന്തിക്രിസ്തുവിന്റെ ഭരണം എന്നൊക്കെ പറയുന്നത് സുഖത്തിൽ, സന്തോഷത്തിൽ, ആനന്ദത്തിൽ ആറാടി ജീവിക്കാൻ കഴിയില്ല. സ്രോതാവി, കുട്ടിയെ പീഡയായിരിക്കും, മഹാപീഡനമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൂരാ സമഭൂമിയിൽ അല്ലെങ്കിൽ നെബൂഖദ്നേസറിന്റെ വിഗ്രഹത്തെ ഉയർത്തിയതുപോലെ ഒരുവൻ അവന്റെ നാമത്തെ ഉയർത്തി അവനാണ് ദൈവമെന്ന് പറഞ്ഞ് നടിച്ച് അവന്റെ മുമ്പിൽ നീ കുമ്പിടേണ്ട ദിവസം വരും. അവനെ കുമ്പിട്ടില്ലെങ്കിൽ നീ ഭൂമി തന്നെ ആമെ ഛേദിക്കപ്പെടുന്ന ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൽ നീ ആമെ അകപ്പെട്ടു പോകാതെ, അവന്റെ കാലയളവിലേക്ക് നീ പോകാതെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അപ്പൊ അന്തിക്രിസ്തുവിന്റെ ഭരണം എന്നൊക്കെ പറഞ്ഞ കൊടിയ വേദനയുടെ ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഉദിക്കാൻ സമയമായി. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തിന്റെ ദേശസ്ഥാനം നിറയപ്പെടുമ്പോൾ പാപത്തിൽ ജീവിക്കുന്ന സകല ജനത്തിനും അന്തിക്രിസ്തുവിനാൽ ഇരുള് വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നമുക്ക് ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ആനന്ദിക്കുവാൻ കഴിയണം.
ക്രിസ്തുവിലൂടെ എന്നേക്കും ആനന്ദിക്കണം. എങ്ങനെ ക്രിസ്തുവിലൂടെ എന്നേക്കും ആനന്ദിക്കുക? അതുകൊണ്ടാണ് മാലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം 3-ാം വാക്യം 2-ാം വാക്യം വീണ്ടും വായിക്കുമ്പോൾ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തുനിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നിങ്ങൾ കണ്ടില്ലേ, ഈ തൊഴുത്തിൽ നിന്നൊക്കെ പശുക്കിടാക്കള് ചാടി എന്ന് കണ്ടിട്ടില്ലേ? അത് തുള്ളിച്ചാടി മറിഞ്ഞ ആനന്ദത്തോടെ വരുന്നതിൽ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കൾ തുള്ളിച്ചാടി വരുന്നത് പോലെ എന്നെ കേൾക്കുന്ന സഹോദരി, ക്രിസ്തുവിന്റെ വരവെങ്കിൽ ആനന്ദത്തോടെ നീ തുള്ളിച്ചാടി നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഘട്ടങ്ങളിലേക്ക് നീ കടന്നു പോകാതെ, അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് കടന്നു പോകാതെ, വരാൻ പോകുന്ന നാശകരമായ അനുഭവത്തിലേക്ക് നീ പോകാതെ, ഇവിടെ വെച്ച് തന്നെ നീ ക്രിസ്തുവിനെ അറിയണം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ക്രിസ്തുവിനെ അറിയേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അറിയാൻ കഴിയത്തില്ല, ക്രിസ്തുവിനെ അന്വേഷിക്കാൻ കഴിയത്തില്ല. മരണത്തോടു കൂടി ഈ ലോകത്തിന്റെ ജീവിതം തീർന്നു. പിന്നെ നിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ ആത്മാവാണെങ്കിൽ സ്വർഗീയ പർദീസിലും, അല്ലാത്തവൻ പാപിയുടെ ആത്മാവ് നരകത്തിലുമായിരിക്കും. യാതന സ്ഥലത്ത് അവിടെ ഒന്നര ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. രക്തജയം. അതുകൊണ്ട് ഈ ലോകത്തിന് സുഖം വിട്ട് മടങ്ങി വരണം. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തലപോക്കുവിന്ന് കർത്താവ് തന്നെ നമ്മോട് പറയാൻ കാരണമായത്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നാം ദൈവത്തോട് വരണം. അപ്പം തലകുനിഞ്ഞ് നടക്കുന്നവൻ ഭൂമിയെ നോക്കി നടക്കുന്നു. തലകുനിഞ്ഞ് നടക്കുന്നവൻ ഭൂമിയെ നോക്കി നടക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയുടെ ശ്രേഷ്ഠതകൾ അവർ മികച്ചതായി കാണുന്നു. ഭൂമിയുടെ ശ്രേഷ്ഠത മികച്ചതായി കാണുന്നു. സോദോം ഗോമോര പട്ടണത്തിന്റെ സോദോം ഗോമോരയുടെ പാപം വലുതായി സ്വർഗത്തോളം എത്തി. സോദോം ഗോമോര ദൈവം നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തു. ദൈവം തന്റെ ദൂതന്മാരെ ലോത്തിന്റെ ഭവനത്തിലേക്ക് അയച്ചു. ലോത്തിനോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും മക്കളും എത്രയും പെട്ടെന്ന് ഓടി പർവ്വതത്തിലെത്താൻ. സമയം കഴിഞ്ഞിട്ട് ദൂതന്മാർ പറഞ്ഞ് കേൾക്കാതെ വന്നിട്ടും ദൂതന്മാരെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് വലിച്ചിറക്കിയവരെ അവന് മാറ്റിയെന്നാൽ തല കുമ്പിട്ട് നടന്ന, തലകുരിഞ്ഞ് ഭൂമിയെ നോക്കി നടന്ന സോദോം ഗോമോരയുടെ സന്തോഷം കണ്ട്, അവിടുത്തെ പച്ചപ്പ് കണ്ട് ഉല്ലസിച്ച് നടന്ന ലോത്തിന്റെ ഭാര്യ, ലോത്തിന് പുറകോട്ട് നോക്കരുത് പറഞ്ഞു, പക്ഷേ കുരിഞ്ഞ് ഭൂമിയെ നോക്കി ഓടിയ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി അവൾ 30 മാറി. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, കുരിഞ്ഞ് നടക്കുന്നവൻ ഭൂമിയെ നോക്കി നടക്കുന്നു. ഭൂമിയുടെ ശ്രേഷ്ഠത അവർക്ക് മികച്ചതായി അറിയുന്നു. എന്നാൽ ഭൂമിയിലെ ശ്രേഷ്ഠതകളെല്ലാം ഒരു ദിവസം അഗ്നിക്കിരയാകും. ഭൂമിയിലെ ശ്രേഷ്ഠതകളെല്ലാം സോദോം ഗോമോരയ്ക്ക് അഗ്നിക്കിരയായതുപോലെ ഈ കാണുന്ന ഭൂമിയിലെ എല്ലാ ശ്രേഷ്ഠതകളും അഗ്നിക്കിരയായി മാറും. ദൃശ്യമായ സകലവും നശിച്ചു വെന്തുരുകി പോകുന്ന ഒരു ദിവസമുണ്ടെന്ന് 2 പത്രോസിന്റെ 3-ന്റെ ഹല്ലേലൂയ 8, 9, 10 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ഈ കാണുന്നതല്ല, ഈ ദൃശ്യമായ ലോകത്തിലെല്ലാം കാണുന്നതെല്ലാം കണ്ണിനാൽ കാണുന്നതിൽ വെന്തുരുകി പോകുന്നൊരു ദിവസമുണ്ട്. സോദോം ഗോമോരയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും ശ്രോതാവേ. അതുകൊണ്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ്, പാപത്തിൽ വീണ് പാപത്തിൽ വീണ് അതിൽ ആറാടി മതിച്ച് നടക്കാതെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൃശ്യമായ സകലവും നശിച്ച് വെന്തുരുകി പോകും. ഹല്ലേലൂയ. അത് നാം അറിയാതിരിക്കരുത്. എന്നാൽ നാം അനശ്വരമായ നിത്യരാജ്യത്തെ നോക്കി യാത്ര ചെയ്യണം. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശത്തെ നോക്കി ഇസ്രായേൽ യാത്ര ചെയ്തതുപോലെ നാം ആ സ്വർഗീയ കനാനെ നോക്കി യാത്ര ചെയ്യണം. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ആ സ്വർഗീയ കനാനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്ര തുടരണം. അവിടെ നമുക്ക് ആത്മപ്രിയ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. സ്വർഗീയ കനാനിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വാഭാവിക ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നീ ഓടരുത്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതല്ലേ ചിന്തിപ്പിൻ. ഹല്ലേലൂയ.
ആമീൻ അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ ഇരിക്കുന്ന ജനത്തെക്കുറിച്ചും ഭൂമി ജീവിക്കുന്ന ജനത്തെക്കുറിച്ചും ഇവിടെ ശക്തമായ സന്ദേശമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഭൂമിയെ കുനിഞ്ഞു നോക്കി നടന്ന, ഭൂമിയിലെ ശ്രേഷ്ഠത കണ്ട്, ഭൂമിയിലെ പച്ചപ്പ് കണ്ട് നടന്ന ലോകത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോയതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് അനർത്ഥം വരും മുമ്പേ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ദൃശ്യമായതിനെ കുറിച്ച് എന്ന് പറയും. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിന്ന് പറയുമ്പോൾ 1-2 അധ്യായത്തിൽ അല്ലെങ്കിൽ ഉപദേശപരവും 3-4 അധ്യായത്തിൽ അല്ലെങ്കിൽ സദാചാരപരവുമാണ് ഈ കൊലോസ്യ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതുവരെ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന നിലയിലും ഇനിയും നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവരുമാണ് എന്ന നിലയിലും വിവരിക്കുകയാണ്. 1-2 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരിച്ച് 3-4 അധ്യായത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ആശ്രയിക്കുന്നവന്റെ ആത്മീയ പുനരുത്ഥാനം നടന്നു കഴിഞ്ഞിരിക്കുന്നതായി ഹല്ലേലൂയ 1-ാം വാക്യം പറയുന്നത്, വിശ്വാസി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് റോമാലേഖനം 6:2 കാണുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ച വ്യക്തി അവരോടുകൂടെ ഉയർക്കുകയും ചെയ്യും. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തി ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഹല്ലേലൂയ. പാപത്തിൽ വീണ് കിടക്കുന്ന ശ്രോതാവേ, പാപത്തിൽ നടക്കുന്ന മനുഷ്യ, നിന്റെ പാപത്തെ നീ വിട്ട് നീ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. മരണത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം. ദൃശ്യമായി നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനെല്ലാം നീ ജയിച്ചിട്ട് ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ വശീകരണത്തിൽ വീട് കിടക്കുന്ന സോദാമി, ലോകത്തിന്റെ മോഹങ്ങൾക്ക് അനുസൃതമായി നീ പോകാതെ ഇവിടുത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജഡത്തെ നീ വിധേയപ്പെടുത്താതെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്ന ദൂത് നീ ഏറ്റെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എന്തുവാ? ഉയരത്തിലുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. അതെ, ഞങ്ങൾക്കൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തയാണ്, അവന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചിന്തയാണ്, ഞങ്ങൾക്ക് സ്വർഗ്ഗ കനാനെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾ ഈ ദൃശ്യമായി കണ്ടുകൊണ്ട് കാണുന്നതിനെ എല്ലാം ഞങ്ങൾ നീക്കി കളഞ്ഞിട്ട് ഞങ്ങളുടെ ആത്മപ്രിയനെ, സ്വർഗ്ഗ കനാനിൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആത്മപ്രിയനെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ്. രക്തം ചെയ്യാം. താങ്കൾക്ക് അതുണ്ടോ സോദാവേ? ഇവിടെ മുഴുവൻ വെട്ടിപ്പിടിച്ചും വാരിപ്പിടിച്ചും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും കളവീതും കൊള്ളയടിച്ചും അഴിമതിയുടെ കരിഞ്ചന്തയുടെ പുകഴ്ത്തിയുടെ കൈക്കൂലിയുടെ കളവും വലിയ ഏഷ്ണി പറഞ്ഞ് വലിയ ആത്തിരി തോണ്ടിയും കൊള്ളപ്പലിശയുടെ പിടിച്ചു വാങ്ങി ഇവിടുത്തെ സുഖലോലുവ ജീവിതം നയിച്ച് കള്ളത്രാസിലൂടെ തൂക്കത്തിൽ വ്യത്യാസം കാണിച്ച് അളവ് തൂക്കാം. നീ സത്യസന്ധത കാണിക്കാതെ ഈ ലോകത്തിൽ നീ ധനമുണ്ടാക്കി നിന്റെ കിഴിഞ്ഞ ബുദ്ധി കൊണ്ട് പണമുണ്ടാക്കി ഇവിടെ നീ ജീവിക്കുന്ന നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി ഭയാനകമാണ്. അത് നരകത്തിന്റെ അനുഭവത്തിലേക്ക് പോകും. എന്നാൽ ഈ ഭൂമിയില് കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ, വീണ്ടെടുക്കപ്പെട്ടവന് മാത്രമേ, ക്രിസ്തുവിനോടുകൂടെ ഉയരത്തിലുള്ള അന്വേഷിച്ച് ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അല്ല നമ്മുടെ ഈ ഊടായ്പ പണി കൊണ്ടൊന്നും അവിടെ ചെല്ലത്തില്ല കേട്ടോ. പലരും പറഞ്ഞ് പഠിപ്പിക്കും, അങ്ങ് സ്വർഗത്തിലേക്ക് ഇവിടുന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് പോകുന്നവരെ പോകാമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും കേട്ടോ. പിന്നെ പറയും ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അല്ലെ ഇതിന്റെ ഭാഷ ഫ്ലൈറ്റ് കയറിയാൽ അല്ലെങ്കിൽ അങ്ങ് ഗൾഫ് രാജ്യത്ത് ചെല്ലാം, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളൊക്കെ കറങ്ങാം, അല്ലെ അമേരിക്കൻ രാജ്യങ്ങൾ കറങ്ങാമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് പഠിക്കാം. അത് ഭൂമിയിലെ കാര്യമാണ്.
എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഭൂമിയിലെ ഒരു ബസ്സിലും ഒരു ഫ്ലൈറ്റിലും ഒരു ട്രെയിനിലും കയറിയാൽ നിനക്ക് ചെല്ലാൻ പറ്റത്തില്ല. കരമാർഗമോ കടൽ മാർഗമോ ആകാശമാർഗത്തിലൂടെ ഒന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന് എത്തുന്നില്ലെന്ന് നമ്മൾ യോഹന്നാനിൽ പോകുന്ന ലാടി കാണുന്നുണ്ട്. അപ്പോൾ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ മാനുഷികമായ ചിന്ത കൊണ്ടും മാനുഷികമായി പഠിപ്പിക്കലുകൊണ്ടും മാനുഷികമായ ഉപദേശങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ സ്വന്തം ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മുടെ ബുദ്ധി മണ്ഡലം കൊണ്ടൊന്നും നമുക്ക് ബസ് കയറി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി വിദേശ രാജ്യത്ത് കടന്നു പോകുന്ന പോലെ നമുക്ക് പോകാൻ കഴിയില്ല. സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുത്തണം. ശാപത്തിന്റെ നട്ടലിനെ മുറിച്ച് തല നിവർന്ന് നിൽക്കണം. തല നിവർന്ന് നിന്ന് വിജയകരമായി നീ ക്രിസ്തുവിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. രക്തം ചെയ്യാം. എന്തുകൊണ്ടാണ് കണ്ണുനീര്, എന്തുകൊണ്ടാണ് ദുഃഖം, എന്തുകൊണ്ടാണ് സങ്കടം, ഉയർച്ചയില്ലാത്തത്? നീ തൊടുന്നതെല്ലാം നഷ്ടം. നിന്റെ ജീവിതത്തിൽ ശാപം മാറാതെ, പാപം മാറാതെ, രോഗങ്ങൾ അഴിയാതെ എന്നും നീ ബന്ധിക്കപ്പെട്ട് കുടുംബത്തിൽ സ്വസ്ഥതയിൽ സമാധാനവും സന്തോഷമില്ല. എന്നും കണ്ണുനീരിൽ അനുഭവമാണ്. നീ രാപകലില്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ബാലൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? പാപം നിന്റെ മേൽ കുടികൊള്ളുന്നു, പാപം നിന്റെ മേൽ വസിക്കുന്നു. ശാപത്തിൽ നീ ജീവിക്കുന്നത് കൊണ്ട് നിന്റെ അധ്വാനമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തിക്കണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ചിലർ പറയും, എൻ്റെ പാസ്റ്റർ 30 ദിവസം പണിയെടുക്കുന്നുണ്ട്, ഞായറാഴ്ച പോലും വിടാതെ എല്ലാ ദിവസവും പണിക്ക് പോവുക, പക്ഷെ ഒന്നും കയ്യിലില്ല. ഇന്നത്തെ ദൈവമക്കളും അങ്ങനെയാ. ഞായറാഴ്ച സമായകം പോലും മുടക്കിയിട്ട് സമായകത്തെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഞായറാഴ്ചയും ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതെല്ലാം ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളൊക്കെ കൊണ്ടുവരും, കൂട്ടിവെച്ച് സ്വരൂപിക്കും. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് നീ ഉണ്ടാക്കിയതെല്ലാം ദൈവത്തെ കബളിപ്പിച്ചും ആരാധന മുടങ്ങി സമായുഗത്തെ ഉപേക്ഷിച്ചും ദൈവത്തുള്ള കൂട്ടായി ഉപേക്ഷിച്ചും നീ ഞായറാഴ്ച പോലും കർത്താവിന് സമയം കൊടുക്കാതെ, ആരാധനയ്ക്ക് സമയം കൊടുക്കാതെ നീ ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഹോസ്പിറ്റലുകാരെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നീ നിവർന്ന് തലമുക്കി നിൽക്കണം. ഈ ദൃശ്യമായി ലോകത്തിൽ കാണുന്ന ഞായറാഴ്ചത്തെ ജോലി അല്ല നിന്റെ പ്രാധാന്യം. ലോകത്തിന്റെ ഭാര്യ സ്വതന്ത്രന്റെ പച്ചപ്പ് നോക്കി നടന്നുപോലെ ഞായറാഴ്ച നീ സമായം ഉപേക്ഷിച്ച് നീ ഇവിടുത്തെ ലോകസുഖം നോക്കി നടക്കരുത്. ഹല്ലേലൂയ. ചിലർ പറയും, ഞായറാഴ്ച പോകരുത്, ഞായറാഴ്ച കടയിൽ നിന്ന് അവധിയില്ല, ഞായറാഴ്ച കടയിൽ നിന്ന് അവധിയില്ല, ഞായറാഴ്ച ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ഞായറാഴ്ച ചെന്നിട്ട് എന്താ മൊബൈലും കളിച്ച് കട്ടച്ചുള്ളും കളിവാക്കം ചീത്തത്തരമൊക്കെ പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രക്തം ജയം. പ്രൈസറോ. ഇന്ന് പകൽ മാതാവേ പിതാവേ മടങ്ങുക. യേശു പറയാൻ, നിങ്ങളെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരെല്ലാം മാറി കണ്ണുനീരില്ലാത്തൊരു ലോകത്തിലേക്ക് കർത്താവിനെ ചേർക്കാൻ വരുന്നു. അതുകൊണ്ട് നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഇന്ന് നിന്റെ കുടുംബം ശാപത്തിലാണോ? ഇന്ന് നിന്റെ കുടുംബം പാപത്തിലാണോ? നിനക്ക് നന്മയില്ല, ജീവിതമില്ല, കുടുംബമില്ല, സന്തോഷമില്ല, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അനുഭവമാണോ? എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിനക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, പേരുണ്ട്, പ്രൗഢിയുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. സമാധാനമുണ്ടോ? സമാധാനമില്ല നിനക്ക്. കാരണം നിന്റെ ജീവിതം വഴിതെറ്റി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സാത്താൻ നിന്നെ അവന്റെ വഴിയെ നയിച്ചു കഴിയുമ്പോൾ ആ വഴി മുഴുവൻ മുള്ളും പറക്കാറുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അവിടെ നിനക്ക് സന്തോഷം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ള ഒരു ദിവസം നിങ്ങൾ ഭൂമി ജനിച്ചു. എല്ലാവരും ഹല്ലേലൂയ ആ സുപ്രസിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ഈ ഭൂമി ജനിച്ച സകല മനുഷ്യരും നിങ്ങൾക്ക് വരുവാനുള്ള ദിവസത്തിൽ ദൈവം നിങ്ങളെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങളെല്ലാം ആ ന്യായാധിപന്റെ മുമ്പാകെ, ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും.
ഹല്ലേലൂയ. അവിടെ കുഞ്ഞാടിന്റെ ജീവപുസ്തകം തുറക്കപ്പെടും. അന്ന് പാപമുള്ള ഈ ലോകം തലകുനിഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. അവനവൻ ചെയ്ത ക്രിയകൾ നിമിത്തം അവനവന് ന്യായം വിധിക്കപ്പെടും. എന്നാൽ നമ്മുടെ ന്യായവിധി യേശുക്രിസ്തുവിനെ വന്നതിനാൽ നാം അവനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നാം ന്യായവിധി തലകുനിഞ്ഞ് നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി മാറാതെ നിത്യ നരകത്തിലേക്ക് പോകാതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആ ന്യായവിധിക്കകത്ത് വിധിക്കപ്പെടാതെ അവന് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, അതുകൊണ്ട് ദൈവത്തിന് പറയും വേദപുസ്തകം, ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന റോമാലേഖനം വായിക്കുന്നത് പോലെ ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകിയ ആ രക്തത്തിലൂടെ, പുത്രന്റെ രക്തത്തിലൂടെ നീ ശുദ്ധീകരിക്കപ്പെട്ട് ഇനി പാപത്തിന്റെ പ്രമാണം നിന്നിൽ വസിക്കരുത്. പാപത്തിന്റെ പ്രമാണം നിന്നെ വസിക്കരുത്. പാപത്തിൽ നീ ജീവിക്കരുത്. ഈ ലോകത്തിന് ഒരു സുഖത്തിനും നീ പോകരുത്. ആരിതിന്റെ കൂട്ടിന് വിളിച്ചാലും കൂട്ടുകൂടാൻ വിളിച്ചാലും പാപത്തിലേക്കാണ് നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ നീ അവിടെ നിന്ന് പിന്തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിനക്കൊരിക്കൽ പോലും സന്തോഷിപ്പാൻ കഴിയത്തില്ല. എന്താ ശാപം നിന്റെ കുടുംബത്തിനകത്ത് നിൽക്കുക. ആ ശാപത്തിന് അവന് നീക്കുപോക്ക് വരുത്തിയിട്ടില്ല. ആ ശാപം നീക്കുവാൻ ഭൂമിയിൽ ഒരു നേർച്ച കാഴ്ചകൾക്കും വഴിപാടുകൾക്കും ഒരു തീർത്ഥാടനങ്ങൾ കൊണ്ടും പുണ്യനദി കുളിച്ചത് കൊണ്ടോ, മലകൾ കയറി ഇറങ്ങിയത് കൊണ്ടോ, യാഗങ്ങൾ വഴിപാടുകൾ നടത്തിയത് കൊണ്ടോ, ആട് മാട് കാളെ കോഴിയെ പോത്തിനെ വെട്ടിയത് കൊണ്ടോ ഒന്നും നിന്റെ ശാപം മാറത്തില്ല. ശാപം മാറ്റുവാൻ ഹല്ലേലൂയ വിചാര മന്ത്രവാദ കൂടോത്ര ദുർബോധ ശുദ്ര ക്രിയകൾ ഒന്നും ചെയ്താലും നിന്റെ ശാപത്തിന് മാറ്റം വരത്തില്ല. ശാപത്തെ മാറ്റുവാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഗലാത്യ ലേഖനം 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരത്തിന്മേൽ ശപമാക്കപ്പെട്ടു. അതുകൊണ്ട് നിന്റെ ശാപത്തെ നീ യേശുക്രിസ്തുവിന്റെ പരിഹാരം വരുത്തണം. പ്രൈസലോ. നിന്റെ ശാപം യേശുക്രിസ്തു ഏറ്റെടുത്തു എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അതിന് ക്രിസ്തുവിന് വേണ്ടി നീ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, കാൽവരി ക്രൂശിലൂടെ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തത്തിലൂടെ അശുദ്ധിയിൽ ലഭിക്കുന്ന ആ വീണ്ടെടുപ്പ്, ഹല്ലേലൂയ, ആ വീണ്ടെടുപ്പാണ് നമ്മെ തല നിവർത്തി നിൽപ്പാൻ അനുവദിക്കുന്നത്. നാം തല കുമ്പിട്ട് പോകാതെ തല നിവർത്തി വിജയകരമായി ജയിക്കും മുന്നേറുന്ന കാരണം ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വെളിപ്പാട് പുസ്തകം 3:21 വായിക്കുക. ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ദൈവം നമ്മെ ചേർക്കാൻ വരുന്ന ദിവസമുണ്ട്. അതിനുവേണ്ടി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകൽ ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? ലൂക്കോസ് സുവിശേഷമാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 21 അധ്യായത്തിൽ എന്താണ് നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. ആമേന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. അതെ, കണ്ണുകൾ അടച്ചാട്ട് ഈ ലോകത്തിൽ ദൃശ്യമായതൊക്കെ വിട്ടിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്ക്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ദ്വീപവാസികളെ, ആദിവാസി ട്രൈബൽ ഗോത്രഭാഗങ്ങളെ ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർത്തയിൽ ഞാനും വൃത്തരും അശരണരും യാചകരും ഓർഫനേജ് ഓട്ടം തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീട് കിടക്കുന്ന ആറാടി നടക്കുന്ന പുളച്ചുമതിച്ച് കിടക്കുന്ന സകല ജനങ്ങൾ മദ്യത്തിന് മൈക്കിൽ പാൻസ് ലഹരിക്ക് വെടിപ്പെട്ട് തീവ്രവാദ ഭീകരമായ വർഗീയതയിലും കർത്താവ് സ്വാർത്ഥയുണ്ടാക്കി നിന്ദകളുണ്ടാക്കി അപവാദം രക്തം ചൊരിച്ച് നടത്തുന്ന സകല ക്രൂര സ്വഭാവമുള്ള സകല അഹങ്കാരികൾ ദുഷ്പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ആ നിത്യശീലം പ്രാപിപ്പാൻ ക്രൂശിലെ രക്തത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് ഒരുക്കമുള്ളവരെ തീരുവാൻ ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വൃത്തനും അശരണ യാചക റോഹണ ചോട്ടങ്ങൾ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഒരുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, കർത്താവ് ബന്ധനിൽ കടക്കനിൽ കടന്നു പോകുന്നവർ, വിദേശ രാജ്യം കഷ്ടസഹിതം നൊമ്പരപ്പെടുന്നവർ, കൊടിയ വേദനയുടെ മഹാവ്യാധിയിലൂടെ കടന്നു പോകുന്ന, കടക്കണിയിലൂടെ കടന്നു പോകുന്ന, സമാധാനമില്ല സന്തോഷമില്ലാതെ മരണത്തെ മുഖാമുഖം കണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന നിരവധി ജീവിതങ്ങൾക്ക് ഈ പകൽ പ്രത്യാശ കൊടുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. യേശുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഈ ലോകത്തെ പാപത്തെ ജയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.